സോ അടുത്ത ടീമിലോട്ട് പോകാം നമുക്ക്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗുജറാത്ത് ടൈറ്റൻസ്. ഗുജറാത്ത് ടൈറ്റൻസിനായാൽ പോലും നമ്മൾ പെട്ടെന്ന് പ്ലേയിങ് ലെവൽ നോക്കുമ്പോൾ അത്രയും ഭയങ്കരപ്പെട്ട ടീമാണോ എന്ന് തോന്നും. പക്ഷേ ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെറിയ ടീമിനെ എടുത്തിട്ട് വന്നിട്ട് ഭയങ്കര ഡ്രസ്സിങ് റൂം അറ്റ്മോസ്ഫിയറൊക്കെ ഈ പ്ലേയേഴ്സിന് കൊടുത്തിട്ട് കപ്പടിക്കുന്ന ടീമാണ്. അതാണ് ഫസ്റ്റ് ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ഫസ്റ്റ് സീസൺ കണ്ടവർക്കൊക്കെ അറിയും. വലിയൊരു ടീമൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ അവർ കപ്പടിച്ചു. നെക്സ്റ്റ് സീസണിൽ റണ്ണേഴ്സ് അപ്പ് ആയി. അത് അങ്ങനെയുള്ള ഒരു ടീമാണ് ഗുജറാത്ത് ടൈറ്റൻസ്. ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യയെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ശുഭ്മൻ ഗില്ലിൻ്റെ ക്യാപ്റ്റൻസിയിലാണ് അവരുടെ എല്ലാ മുന്നേറ്റങ്ങളും ഇനി വരേണ്ടത്. സോ പ്ലേയിങ് ലെവൽ നമുക്ക് നോക്കാം എങ്ങനെ ഇവരുടെ പ്ലേയിങ് ലെവൽ. ഓപ്പൺ ചെയ്യുന്നത് 100% എല്ലാവർക്കും അറിയുന്നത് പോലെ ശുഭ്മൻ ഗില്ലും ബട്ട്ലറും തന്നെയായിരിക്കും. ഒരു എൻഡിൽ നല്ല ക്ലാസി ഷോട്ടുകളുണ്ട്. ശുഭ്മൻ ഗില്ല് കളിക്കുമ്പോൾ മറ്റേ എൻഡിൽ ബട്ട്ലർ പുള്ളിക്കാരൻ്റെ ബിഗ് ഷോട്ടായിരിക്കും. എന്തായാലും സീസണിൽ ഒരു 500,000 റൺ അടിക്കുന്നു 100% എല്ലാവർക്കും അറിയാവുന്ന രണ്ട് പ്ലേയേഴ്സ്, ജോസ് ബട്ട്ലറും ശുഭ്മൻ ഗില്ലും. രണ്ടുപേരും എന്തായാലും 500 റണ്ണ് എന്തായാലും അടിക്കുന്ന എല്ലാവർക്കും അറിയാം. ബട്ട്ലറുടെയൊക്കെ ഫോം എത്രയും മോശമായാൽ പോലും ഒരു 400 റൺ അടിക്കാൻ കേപ്പബിലിറ്റി ഉള്ള പ്ലേയേഴ്സാണ്. ശുഭ്മൻ ഗില്ലൊക്കെ ഫോമിൽ തന്നെ ഉണ്ട്. അതൊന്നും IPL ആയിക്കഴിഞ്ഞാൽ ഇവന്മാരൊക്കെ ഫോം ആവും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്പർ 3 അവരുടെ ഏറ്റവും നല്ല റിറ്റൻഷൻ സായി സുദർശൻ. എന്തായാലും ഇന്ത്യയുടെ ഫ്യൂച്ചർ സ്റ്റാർ എന്ന് പറയാൻ പറ്റുന്ന താരം. ലാസ്റ്റ് ഇയർ IPL ഫൈനലിൽ 96 എങ്ങാണ്ട് അടിച്ച ആ ഒരു ലാസ്റ്റ് ഇയർ അല്ല അതിന് മുന്നത്തെ ഇയർ CSK വേഴ്സസ് ഗുജറാത്ത് ടൈറ്റൻസ് ഫൈനലിൽ. അപ്പോൾ അതൊക്കെ ഈ പുള്ളിക്കാരൻ്റെ കേപ്പബിലിറ്റി അല്ലെങ്കിൽ കപ്പാസിറ്റി വിളിച്ചോതുന്നൊരു ഒരു ഇന്നിങ്സ് എന്ന് വേണമെങ്കിൽ പറയാം സായി സുദർശൻ. ഡൊമസ്റ്റിക് മാച്ചസിലൊക്കെ ഔട്ട്സ്റ്റാൻഡിങ് കൺസിസ്റ്റൻസി. ഇന്ത്യൻ ടീമിൻ്റെ വാതിൽ നോക്കുന്ന പ്രധാനപ്പെട്ട പ്ലേയേഴ്സിൽ ഒരാളാണ് സായി സുദർശൻ. അവിടെയൊക്കെ പ്ലേയേഴ്സ് ഉള്ളതുകൊണ്ട് മാത്രമേ എത്തപ്പെടുന്നുള്ളൂ. ഇന്ത്യൻ ഇൻ്റർനാഷണൽ ആവും എന്ന് 100% ഉറപ്പായിട്ടുള്ള താരം ഓൾറെഡി ക്യാപ്പൊക്കെ കിട്ടിയെന്ന് തോന്നുന്നു, കിട്ടി. സോ സായി സുദർശൻ അറ്റ് നമ്പർ 3. പിന്നെയാണ് നമുക്ക് ഇവരുടെ ഏറ്റവും കൺഫ്യൂഷൻ വരുന്ന ഒരു സോൺ വരും. ഈ ടോപ്പ് 3 എന്ന് പറയുന്നത് ബെസ്റ്റ് എന്ന് തന്നെ നമുക്ക് പറയാം. പിന്നെയാണ് നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന ഒരു മിഡിൽ ഓർഡർ ഇവർക്ക് വരിക. ഷാറുഖ് ഖാൻ, ഷെർഫീൻ റുദർഫോർഡ് ഓർ ഗ്ലെൻ ഫിലിപ്സ്. ഇവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്. ഷെർഫീൻ റുദർഫോർഡ് ആണ് ഞാനിവിടെ കൊടുത്തിരുന്നത്. കാരണം പുള്ളിക്കാരൻ്റെ റീസെൻറ്റ് ഫോം വെച്ച് നോക്കുമ്പോൾ പുള്ളിക്കാരൻ ഗൺ ഫോമിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഷെർഫീൻ റുദർഫോർഡ് ആവാനാണ് ചാൻസ്. ഗ്ലെൻ ഫിലിപ്സിനെ ടീമിൽ എടുക്കുന്നില്ല എന്ന് പറയുന്നത് ഭയങ്കര ഡിസപ്പോയിൻറ്റുള്ള ഫാക്ടറാണ്. ഞാൻ ഗ്ലെൻ ഫിലിപ്സിൻ്റെ അത്രയും വലിയ ഫാനാണ്. എന്നാലും കറണ്ട് ഫോം വെച്ച് നോക്കുമ്പോൾ ആൻഡ് ഒരു ലെഫ്റ്റ് ഹാൻഡറാണ് എന്നുള്ളൊരു കാര്യം കൂടെ വെച്ച് നോക്കുമ്പോൾ ഷെർഫീൻ റുദർഫോർഡ് നോ ചോയ്സ്, നോ പ്രോബ്ലം അറ്റോ. രാഹുൽ തെവട്ടിയ, റാഷിദ് ഖാൻ, വാഷിംഗ്ടൺ സുന്ദർ, ഇതെല്ലാം ഞാൻ ടുഗദറേ പറയുള്ളൂ. ഷാറുഖ് ഖാൻ, ഷെർഫീൻ റുദർഫോർഡ്, രാഹുൽ തെവട്ടിയ, റാഷിദ് ഖാൻ, വാഷിംഗ്ടൺ സുന്ദർ. ഇവരുടെയൊക്കെ പ്രത്യേകത നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവരൊന്നും ഒരു ലോങ് ഇന്നിങ്സ് കളിച്ച് പ്രൂവ് ചെയ്ത പ്ലേയേഴ്സ് അല്ല. ഇവരുടെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഇമ്പാക്റ്റുവൽ പ്ലേയേഴ്സാണ്. മിഡിൽ സ്റ്റേജിൽ ഒരു 12 ബോൾസിൽ ഒരു 30 റൺ സ്കോർ ചെയ്യാൻ പറ്റുന്ന അങ്ങനെയുള്ള ഇമ്പാക്റ്റ് പ്ലേയേഴ്സിനെയാണ് ഇവരെടുത്തത്. അപ്പോൾ അതൊക്കെ ഇവരുടെ ടീമിൻ്റെ സക്സസ്സിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഈ ഒരു കോർ, ഈ ഒരു മിഡിൽ ഓർഡർ ഇമ്പാക്റ്റ് പ്ലേയേഴ്സ്, ഈ 5 പ്ലേയേഴ്സ് ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ടീം പ്ലേ ഓഫ് കാണുമെന്നുള്ള കാര്യത്തിൽ 100% നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി പറ്റും. ഈ മിഡിൽ ഓർഡറിലാണ് ഈ ടോപ്പ് ഓർഡർ എന്തായാലും സക്സസ്ഫുൾ ആയിരിക്കും. അവർക്ക് യാതൊരു സംശയമില്ല. ശുഭ്മൻ ഗിൽ എന്തായാലും റൺ അടിക്കുന്ന എല്ലാവർക്കും അറിയാം. ബട്ട്ലറും അടിക്കും, സായി സുദർശനും എന്തായാലും റൺ അടിക്കും. എങ്ങനെ പോയാലും സായി സുദർശൻ ഒരു 400 100% ഷുവറാണ്. ഈ ഷാറുഖ് ഖാനും ഈ 5 പേര്, റാഷിദ് ഖാനൊക്കെ എന്തായാലും സ്കോർ ചെയ്യും. പക്ഷേ റാഷിദ് ഖാനൊക്കെ ബോളിംഗ് ഫോം ഇത്തിരി പ്രശ്നമാണ്. ആക്ച്വലി പിക്ക് ചെയ്യുന്നുണ്ട് ആൾക്കാർ. ഇൻ്റർനാഷണൽ റീസെൻറ്റ് മാച്ചസൊക്കെ നോക്കി കഴിഞ്ഞാൽ ആൾക്കാർ പിക്ക് ചെയ്യുന്നുണ്ട്. ഈവൻ ലാസ്റ്റ് IPL ആയപ്പോലും പഴയ റാഷിദ് ഖാൻ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗട്ടാണ്. പക്ഷേ എങ്ങനെ എറിഞ്ഞാലും റാഷിദ് ഖാനാണ്. പക്ഷേ മുന്നത്തെ ആ ഇമ്പാക്റ്റ് ഉണ്ടോ? 6 ഡെലിവറിയൊക്കെ പുള്ളിക്കാരൻ്റെ കയ്യിലുണ്ടെന്നൊക്കെ പറയുന്നത്. അതൊക്കെ ഇപ്പോൾ പിക്ക് ചെയ്യുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എന്നാലും ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അൺബിലീവബിൾ ഇമ്പാക്റ്റ് തന്നെ കൊടുക്കും എന്നുള്ള ഉറപ്പാണ്. ബോൾ ഉണ്ടായാൽ പോലും ബാറ്റിലൊക്കെ 7 വന്ന് എന്തോരം കളി ചുമ്മാ 2 ഹെലികോപ്റ്റർ ഷോട്ടൊക്കെ അടിച്ച് എന്തോരം കളി ഫിനിഷ് ചെയ്തെന്ന് നമുക്കൊക്കെ അറിയുന്നതാണ്. സോ റാഷിദ് ഖാനും ഇമ്പാക്റ്റ് ഓഫ് വാഷിംഗ്ടൺ സുന്ദറിന് നല്ലൊരു എമൗണ്ട് കൊടുത്ത് അവരെടുത്തിട്ടുണ്ട്. ജെനുവിൻ ഓഫ് സ്പിന്നറാണ്, ഫിംഗർ സ്പിന്നറാണ്. അപ്പോൾ ആ ഒരു റോള് റാഷിദ് ഖാന് പെയർ ചെയ്യാൻ പോകുന്നത് സുന്ദറായിരിക്കും. ടെസ്റ്റിലൊക്കെ അസാധ്യ ഫോമിലുണ്ട്. T20 പോലും ഫോമിലുണ്ട്. സുന്ദറൊക്കെ ലാസ്റ്റ് സീസണിൽ SRH കളിച്ചില്ലെന്ന് പറയുമ്പോൾ ഭയങ്കര സർപ്രൈസിങ് ആയിട്ടുള്ള ഫാക്ടറാണ്. അത്രയും പ്ലേയേഴ്സ് SRH ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പുള്ളിക്കാരനെ പോലുള്ള ഒരു പ്ലെയറിനെ ബെഞ്ചിൽ ഇരുത്തേണ്ടി വന്നത് എന്നുള്ളത്
ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇവിടെ പുള്ളിക്കാരൻ അങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഭയങ്കര കുറവാണ്, കളിപ്പിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. പിന്നെയാണ് ഇവരുടെ ഭയങ്കര ഡിഫറെൻറ്റ് ആയിട്ടുള്ള ബോളിംഗ് ലൈനപ്പ്. ബാക്കിയുള്ള ടീം എന്ന് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ടോൾ ആയിട്ടുള്ള 3 ഫാസ്റ്റ് ബോളേഴ്സ്, പ്രസിദ്ധ് കൃഷ്ണ, മുഹമ്മദ് സിറാജ്, ദെൻ അവരുടെ ലീഡർ ഓഫ് ദി അറ്റാക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ട് കഗീസോ റബാഡ, കെജി റബാഡ. ഇവർ 3 പേരുമായിരിക്കും നല്ല ബൗൺസ് എക്സ്ട്രാക്ട് ചെയ്യാൻ. ഇത് ഈ ഒരു ഫാസ്റ്റ് ബോളിങ്ങിനെ വെച്ച് നോക്കി കഴിഞ്ഞാൽ അവരുടെ ട്രാക്ക് എങ്ങനെയാണ് നമുക്ക് ഏതാണ്ട് വഹിക്കാം. ബാക്കപ്പ് ആയാൽ പോലും വരുന്നത് ജെറാൾ കോട്സെ, ഇത് ടീം DC. ഓക്കെ, ജെറാൾ കോട്സെ ആണ് ഫാസ്റ്റ് ബോളിങ്ങിൽ ബാക്കപ്പും വരുന്നത്. അദ്ദേഹം ഒരു ടോൾ ഫാസ്റ്റ് ബോൾ, DC അല്ലല്ലോ, GT. യെസ്. അപ്പോൾ അങ്ങനെ ബോളിംഗ് ആയാൽ പോലും ഒരു 8 പോയിന്റ്സ് ഒക്കെ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. കാരണം നോട്ട് ഹിസ് ഡേ എന്നുള്ള ദിവസം, അദ്ദേഹത്തിൻ്റെ ദിവസം അല്ലെങ്കിൽ മുഹമ്മദ് സിറാജൊക്കെ അടി വാങ്ങും, ഷുവറാണ്. പ്രസിദ്ധ് കൃഷ്ണ അടി വാങ്ങും, റബാഡ ആയപ്പോലും അടി വാങ്ങും. കാരണം സുന്ദറിനൊക്കെ ചില 100 ക്ലാസ്സും ബാറ്റ് ചെയ്യുമ്പോൾ സുന്ദറിനൊന്നും ബോളേ ചെയ്യിക്കാനേ പറ്റില്ല, അങ്ങനെ അടിക്കുന്ന ഒരു പ്ലെയറാണ്. പക്ഷേ വിക്കറ്റൊക്കെ എടുക്കും. ഇപ്പോൾ ഇപ്പോഴത്തെ IPL-ലുള്ള T20 ക്രിക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഓഫ് സ്പിന്നേഴ്സിന് റൈറ്റ് ഹാൻഡേഴ്സിന് ബോളിക്കാൻ പറ്റില്ല എന്നൊരു ട്രെൻഡ് വരുന്നുണ്ട്. അങ്ങനെയൊന്നല്ല ശരിക്കും പറഞ്ഞാൽ. നല്ല ജെന്യൂൻ സ്പിന്നർ ആണെങ്കിൽ അത്യാവശ്യം സപ്പോർട്ടും ഒക്കെ ട്രാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യിക്കാം എന്ന് പ്രൂവ് ചെയ്യേണ്ട ഒരു IPL സീസണാണ് വരാൻ പോകുന്നത് നമുക്ക് വേണമെങ്കിൽ പ്രത്യാശിക്കാം. സോ ബാക്കപ്പിലോട്ട് പോവാം. ബാക്കപ്പിൽ പറയുന്നത് ജോസ് പള്ളി പറഞ്ഞു, കുമാർ കുശാഗ്ര 2 IPL സീസൺ മുന്നേ ഭയങ്കര വലിയൊരു എമൗണ്ടിന് 5 CR എങ്ങാണ്ട് സെയിലായി പോയ ഒരു പ്ലെയറാണ്. ചെറിയൊരു എമൗണ്ടിന് അവർക്ക് കിട്ടി. കുമാർ കുശാഗ്ര ബാക്കപ്പ് വിക്കറ്റ് കീപ്പറാണ്. കളിക്കേണ്ട സ്പോട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ടീമിലോട്ട് പുള്ളിക്കാരനെ ഇമ്പാക്ട് സബ്ബായിട്ട് തീർച്ചയായിട്ടും കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്ന ഒരു താരമാണ്. ചാൻസ് ഉണ്ട്. ഇവർ ഫസ്റ്റ് ബോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇമ്പാക്ട് സബ്ബായിട്ട് തീർച്ചയായിട്ടും. അനുജ് റാവത്ത് ലെഫ്റ്റ് ഹാൻഡഡ് ബാറ്റ്സ്മാനാണ്. കഴിഞ്ഞ RCBക്ക് വേണ്ടിയിട്ട് നല്ല ഒരുപാട് ഇന്നിങ്സുകൾ ഞാൻ കണ്ടിട്ടുണ്ട് അനുജ് റാവത്തിൻ്റെ. പുള്ളിക്കാരൻ അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്ന പ്ലെയർ തന്നെയാണ്. ലെഫ്റ്റ് ഹാൻഡറാണ്. ടോപ്പ് ഓർഡറിൽ ബാറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. കഴിഞ്ഞ സീസണിലൊക്കെ RCBക്ക് വേണ്ടിയിട്ട് ലോവർ ഓർഡറിൽ ഫിനിഷിംഗ് റോളിലൊക്കെ ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്തിട്ട് വന്നിട്ടൊക്കെ ഫിനിഷിംഗ് റോളിൽ നന്നായിട്ട് കളിച്ച പ്ലെയറാണ്. അതുകൊണ്ടായിരിക്കും ഈ ഒരു സെലക്ഷൻ കിട്ടിയതെന്ന് പ്രതീക്ഷിക്കാം. അദ്ദേഹം പോലും നല്ലൊരു ഇമ്പാക്ട് സബ്ബായിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. ഗ്ലെൻ ഫിലിപ്സിനെ ഇവർ വൺ ഓഫ് ദി ബെസ്റ്റ് ഓൾറൗണ്ടർ. കാരണം ഫീൽഡിങ്ങിന് ഗൺ ഫീൽഡർ വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്പിൻ ട്രാക്കിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ഓഫ് സ്പിൻ എറിയാൻ വേണ്ടി 2 ഓവറൊക്കെ എറിയാൻ വേണ്ടി പറ്റുന്ന പ്ലെയർ അങ്ങനെ. പക്ഷേ ഇവിടെ ഷെർഫൻ റുദർഫോർഡ് ഈ മിഡിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര സ്ട്രെങ്ത്താണ്. കാരണം സായി സുദർശനെ വിട്ട് കഴിഞ്ഞാൽ ഇവർക്ക് ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഇല്ല. ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഉള്ളത് രാഹുൽ തവാട്ടിയാണ്. പുള്ളിക്കാരൻ ഭയങ്കര ഡീപ്പായിട്ടേ വരുള്ളൂ.